പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളുമായി ഇന്ത്യ. പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ബഗ്ലിഹാർ അണക്കെട്ടിന്റെ ഷട്ടർ താഴ്ത്തി. ഇതിന് പിന്നാലെ ഝലം നദിയിലെ കിഷൻഗംഗ അണക്കെട്ടിന്റെ ഷട്ടറും ഇന്ത്യ താഴ്ത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബഗ്ലിഹാർ അണക്കെട്ടിന്റെ ഷട്ടർ താഴ്ത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ നടപടി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയെ പ്രതികൂലമായി ബാധിക്കും. ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നത് ബഗ്ലിഹാറിൽ നിന്നെത്തുന്ന ജലമാണ്. ഹ്രസ്വകാല നടപടിയുടെ ഭാഗമായാണ് ഷട്ടർ താഴ്ത്തിയതെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള എല്ലാത്തരം ഇറക്കുമതിയും അവസാനിപ്പിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ കപ്പലുകൾക്കും ഇന്ത്യൻ തുറമുഖത്ത് വിലക്ക് ഏർപ്പെടുത്തി. പാകിസ്ഥാനിൽ നിന്നുള്ള തപാൽ പാഴ്സൽ ഇടപാടുകളും റദ്ദാക്കിയിട്ടുണ്ട്. മറുപടിയുമായി ഇന്ത്യൻ കപ്പലുകളെ സ്വന്തം തുറമുഖങ്ങളിൽ നിന്നും പാകിസ്ഥാനും വിലക്കി. അതേസമയം നിയന്ത്രണ രേഖയിൽ 8ഓളം മേഖലകളിൽ പാക് സേന കഴിഞ്ഞ ദിവസം രാത്രി വെടിയുതിർത്തു. നൌഷാര, പൂഞ്ച്, ബാരാമുള്ള, രജൌരി, കുപ്വാര, സുന്ദർബനി, അഖ്നൂർ തുടങ്ങിയ മേഖലകളിലാണ് വെടിവയ്പുണ്ടായത്. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ഉണ്ടായി. തുടർച്ചയായ 11ാം ദിവസമാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ തക്കതായ മറുപടി നൽകുമെന്ന കാര്യം ഉറപ്പാണെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് ഇന്ത്യ തടഞ്ഞു തുടങ്ങി. ഇതിന്റെ ഭാഗമായി ജമ്മു കാശ്മീരിലെ രാംബനിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് അടയ്ക്കുകയും ചെയ്തു. സിന്ധുവിന്റെ പോഷക നദിയായ ചെനാബിന് കുറുകെ ഇന്ത്യ നിർമ്മിച്ച അണക്കെട്ടാണ് ബഗ്ലിഹാർ. ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയെ നേരിട്ട് ബാധിക്കും. പാക് പഞ്ചാബിലെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നത് ബഗ്ലിഹാറിൽ നിന്നുള്ള ജലമാണ്. ഇതിന് സമാനമായ നടപടി ഝലം നദിയുടെ പ്രധാന കൈവഴിയായ നീലം നദിയിൽ നിർമ്മിച്ചിട്ടുള്ള കിഷൻഗംഗ ഡാമിലും സ്വീകരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് പൂർണ്ണമായും ഉപയോഗിക്കാവുന്ന നദികളാണ് ചെനാബ്, ഝലം എന്നിവ. എന്നാൽ ഇവ ഒഴുകുന്നത് ജമ്മു കാശ്മീരിൽ നിന്നും പാകിസ്ഥാനിലേക്കാണ്. ഇന്ത്യക്ക് ഇവയിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. 1960 ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ചതാണ് സിന്ധു നദീജല കരാർ. ഈ കരാറാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ മരവിപ്പിച്ചത്. പാകിസ്ഥാൻ എന്നും ഭയന്നിരുന്ന പദ്ധതികളായിരുന്നു ബഗ്ലിഹാറും കിഷൻഗംഗയും. 2008ലാണ് ബഗ്ലിഹാർ അണക്കെട്ടിന്റെ ആദ്യഘട്ടം പൂർത്തിയായത്. രണ്ടാം ഘട്ടം 2016ലും പൂർത്തിയായി. സിന്ധു നദീജല കരാറിന് വിരുദ്ധമാണ് അണക്കെട്ടിന്റെ നിർമ്മാണമെന്നും ആരോപിച്ച് പാകിസ്ഥാൻ പലതവണ ഇത് മുടക്കാൻ ശ്രമിക്കുകയും ഉണ്ടായി. 2007 തുടങ്ങി 2018 പൂർത്തിയായതാണ് കിഷൻഗംഗ അണക്കെട്ട്. ഇതിനെതിരെയും പാകിസ്ഥാൻ എതിർപ്പുയർത്തിയിരുന്നു. രണ്ട് പദ്ധതികളും മുടക്കാൻ നടത്തിയ പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യ നിയമപരമായി തന്നെ പരാജയപ്പെടുത്തുകയും ഉണ്ടായി. ഈ രണ്ട് പദ്ധതികളും ഉപയോഗിച്ചാൽ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യക്ക് തടയാനാകും. അതിനിടെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം തുടരുകയാണ്. നിയന്ത്രണ രേഖയിൽ 8ഇടത്ത് വെടിവയ്പ് നടന്നു. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മെന്ദർ, നൌഷേര, സുന്ദർബനി, അഖ്നൂർ പ്രദേശങ്ങളിലാണ് വെടിവയ്പുണ്ടായത്. പാക് നടപടിക്ക് തക്ക മറുപടി നൽകിയതായി കരസേന അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ 10 ദിവസത്തിലെ ഏറ്റവും വലിയ പ്രകോപനമാണ് നിയന്ത്രണ മേഖലയിൽ ഉണ്ടായതെന്നും സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. അതേസമയം പാകിസ്ഥാനെതിരായ നടപടികൾ തുടരുന്നതിന്റെ ഭാഗമായി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ, മുൻ മന്ത്രി ബിലാവൽ ഭൂട്ടോ എന്നിവരുടെ എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ വിലക്കി. നിയമപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇവരുടെ അക്കൗണ്ട് നിലവിൽ ഇന്ത്യയിൽ ലഭ്യമല്ലാത്തതെന്നാണ് കാരണമായി എക്സ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതിർത്തിയിൽ ഭീകരാക്രമണത്തിന് പിന്നാലെ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നതിനിടെ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയും നടത്തി. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പിറ്റേന്നാണ് വ്യോമസേനാ മേധാവിയുടെ സന്ദർശനമുണ്ടായത്. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ത്രിവേദിയും കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാനുള്ള സമയം, രീതി, ലക്ഷ്യം എന്നിവ തീരുമാനിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതായി കഴിഞ്ഞയാഴ്ച ചേർന്ന ഉന്നതതല യോഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിലെ 12 ആയുധ നിർമ്മാണശാലകളിലെ ജീവനക്കാരുടെ ദീർഘകാല അവധികൾ റദ്ദാക്കി. 2 ദിവസത്തിലധികം വരുന്ന അവധിയാണ് റദ്ദാക്കിയത്. ദീർഘകാല അവധികൾ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. 2 മാസത്തേക്ക് ഈ നിയന്ത്രണം എന്നാണ് വിവരങ്ങൾ. എന്നാൽ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലല്ല
ഉൽപാദന ലക്ഷ്യം കൈവരിക്കുന്നതിനാണ് തീരുമാനമെന്നാണ് MIL അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അതിനൊപ്പം പുറത്തുവരുന്ന മറ്റൊരു വാർത്ത ജമ്മുകാശ്മീരിലെ റംബാൻ ജില്ലയിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 3 സൈനികർ മരിച്ചു എന്നതാണ്. ബാറ്ററി ചഷ്മ എന്ന സ്ഥലത്ത് വെച്ച് 700 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് വാഹനം മറിയുകയായിരുന്നു. അമിത് കുമാർ, സുജിത് കുമാർ, മാൻ ബഹദൂർ എന്നീ 3 പേരാണ് മരിച്ചത്. ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് ദേശീയപാത 44 പോകുകയായിരുന്ന വാഹനവ്യൂഹത്തിന്റെ ഭാഗമായിരുന്ന ട്രക്കാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ 11:00-ഓടെയാണ് അപകടം നടന്നത്. വാഹനം പൂർണ്ണമായും തകരുകയും ചെയ്തു.